ഇനി ചീരൻ്റെ കൂടെ ചെറുപയറും കൂടി ചേർത്തിട്ടുണ്ടാക്കി നോക്കിക്കോണ്ടിട്ടാ. സംഭവം അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ചീര ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ ചെറുപയറും കഴുകിയിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും പച്ചമുളകും വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ചെറുപയറൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ചെറുപയർ കുക്കായി വരുമ്പോഴത്തേനെ നമുക്കിതിലേക്ക് ഒരു ചമ്മന്തി തയ്യാറാക്കിയെടുക്കണം. തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സിൻ്റെ ജാറിലൊന്ന് ഇത് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചമ്മന്തിയും ചെറുപയറൊക്കെ ഇവിടെ റെഡി ആയിക്കണ്. ഇനി നമുക്ക് ഉപ്പേരി തയ്യാറാക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കട്ട് ചെയ്ത് വെച്ച ചീരയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം പയറിലും ചമ്മന്തിയിലൊക്കെ ഉപ്പുള്ളതല്ലേ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കുക. അതേപോലെ ചമ്മന്തിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആക്കണം. വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.